ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്നതിനെ പറ്റിയാണ്. അപ്പം വർഷങ്ങൾ നമുക്ക് ഷുഗറുണ്ട്. ഷുഗർ കുറച്ച് നമുക്കറിയാം, ഒരു 15 വർഷമൊക്കെ ആകുമ്പോഴത്തേനും കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങും. അപ്പം പലർക്കും സംശയമുണ്ട്, യൂറിൻ ഒഴിക്കുമ്പോൾ പതച്ചിലുണ്ട്, ഡോക്ടറിനെ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ക്രിയാറ്റിനൊക്കെ ഇച്ചിരി കയറാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. നമുക്കറിയാം, ഷുഗർ രോഗികൾ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് അത്രയും പ്രശ്നമില്ല. എന്നിരുന്നാൽ പോലും ഒരു 10 വർഷം, ഒരു 5 വർഷമൊക്കെ കഴിയുമ്പം പലപ്പോഴും ഷുഗർ കൺട്രോൾ എല്ലാം വരുമ്പം നമ്മളറിയാം, കിഡ്നി ഒരു ഫിൽറ്റർ പോലെയാണ്. പലപ്പോഴും ആൽബുമിൻ, അതായത് പ്രോട്ടീൻ, നോർമലി കിഡ്നി ഫിൽറ്റർ ചെയ്യൽ. അപ്പം ഷുഗർ കിഡ്നിയെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. അപ്പം മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, ചെറിയ അവിടെ ആ ഫിൽറ്റർ ബാധിച്ചു കഴിയുമ്പോഴത്തേനും ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഫിൽറ്റർ ചെയ്ത് പോകും. ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഫ്രോത്തിങ് അല്ലെങ്കിൽ യൂറിൻ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി കിടക്കും, ഈ പത. അപ്പോൾ അത് ആൾക്കാർ ചോദിക്കും, ഫ്ലഷ് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് പതയേണ്ട യൂറിൻ പാസ് ചെയ്യും, ക്ലോസിലേക്ക് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പതഞ്ഞ് വരും, ഫ്ലഷ് ചെയ്യുമ്പോൾ മാറും. അപ്പോൾ ഈ പദം മാറാതെ കിടക്കുക. അപ്പം ആൾക്കാർ വന്ന് പറയും ഇങ്ങനെ പതച്ചിലുണ്ട്. അപ്പം നമ്മൾ പറയും യൂറിൻ ആൽബുമിൻ നോക്കാൻ പറയും. യൂറിൻ ആൽബുമിൻ നോർമലി നമുക്ക് യൂറിൻ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ആൽബുമിൻ നോക്കുമ്പം <30 അല്ലെങ്കിൽ 20 വരെയുള്ള നോർമലായിട്ട് എടുക്കും, 20 മില്ലിഗ്രാം per deciliter. അപ്പോൾ യൂറിൻ സ്പോട്ട് യൂറിൻ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് 30 to 300 വരെ ആകുമ്പം മാക്രോ പ്രോട്ടീനറി. അപ്പം കുറച്ചും കൂടെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പം മരുന്ന് കഴിക്കേണ്ടി വരും, ചിലപ്പോൾ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ, ചിലപ്പോൾ നെഫ്രോളജിസ്റ്റ് ഒന്ന് കാണേണ്ടി വരും. മോർ ദാൻ 300, അതായത് നമ്മൾ 1 gram 2 gram ഒക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അപ്പം കുറച്ചും കൂടെ നമ്മൾ മരുന്നുകൾ കൂടുതലായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്, പലപ്പോഴും നമ്മുടെ വർഷങ്ങൾ ഷുഗർ കൺട്രോൾ ഇല്ലാവുന്നുണ്ട്. അപ്പോൾ ഷുഗർ കൺട്രോൾ ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ 60-ാം വയസ്സിൽ ഷുഗർ വന്നു, അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ ഷുഗർ വന്നു, നമുക്ക് 100 വയസ്സ് വരെ കിഡ്നിയെ ബാധിക്കാൻ പോകാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണുന്നില്ല, കൺസൾട്ട് ചെയ്യുന്നില്ല, മരുന്ന് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, ഷുഗർ ചെക്കപ്പ് ചെയ്യുന്നില്ല. അൺകൺട്രോൾ ഡയബറ്റീസ് എന്ന് പറയും. പലപ്പോഴും HbA1c ഒക്കെ 10-ന് മുകളിൽ അല്ലെങ്കിൽ 9-ന് മുകളിൽ. നമുക്ക് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്ന 8-9 ഒക്കെ നോർമലാണെന്ന് പറയും. നമുക്കൊരു ഐഡിയലി 6.5 to 7 വരണം, ഇപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ച്. ഇപ്പോൾ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനൊക്കെ 6.5 ആണ് ഐഡിയൽ ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ HbA1c. പക്ഷേ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് RSSD, റിസർച്ച് സൊസൈറ്റി ഫോർ സ്റ്റഡി ഓഫ് ഡയബറ്റിസ് ഇൻ ഇന്ത്യ, അപ്പോൾ അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് 7 മതി, HbA1c 7. പക്ഷേ പലപ്പോഴും നമ്മുടെ അടുത്ത് കഴിഞ്ഞ രോഗികളെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അതിലേക്ക് എത്തും. പക്ഷേ എത്തിയാലും പെട്ടെന്ന് തന്നെ മാറിപ്പോകും, കാരണം അവർ ഡയറ്റ് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ 10 വർഷമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ന്യൂറോപ്പതി വരും, കൈയുടെ ഞരമ്പിനൊക്കെ കൈകാലിനൊക്കെ ഒരു തെരിപ്പൊക്കെ വരും. ഒരു 15 വർഷമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് കിഡ്നിയെ ബാധിക്കുമ്പോൾ പതിച്ചിൽ വരും. എന്നിരുന്നാൽ പോലും അവർക്ക് കിഡ്നി ഇപ്പോൾ യൂറിൻ ഫിൽറ്റർ അല്ല പ്രോട്ടീൻ ഫിൽറ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ കിഡ്നി പോയി എന്നർത്ഥമില്ല. അപ്പം കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ കെയർഫുൾ ആകുമ്പോൾ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കൂടത്തിൽ പ്രഷർ കാണും, അപ്പം പ്രഷറിൻ്റെ ഒക്കെ ഗുളികയിൽ ചെറിയ മാറ്റം വരുന്നതിന് വരും. ചിലപ്പോൾ നമ്മൾ അതുകൂടെ യൂറിൻ ആൽബം ക്രിയേറ്റിൻ റേഷ്യോ ഉണ്ട്, അത് കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഇൻടേക്ക്. അപ്പം ചില കാര്യങ്ങൾ ഇപ്പം പ്രോട്ടീനൊക്കെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, വേറെ സംഹാരി ഗുളികളെ ഒഴിവാക്കണം. അപ്പം മറ്റുള്ള ഇപ്പം വേറെ നമ്മൾ സർജറിക്കോ വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകം ഡോക്ടറെ അടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ CT സ്കാൻ, ഇപ്പം കോൺട്രാസ്റ്റ് ഡൈ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആൻജിയോഗ്രാം അല്ലെങ്കിൽ CT ഒക്കെ എടുക്കും, ബ്രെയിനോ അല്ലെങ്കിൽ എവിടെയൊരു CT ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കിഡ്നിയെ കൂടുതലായിട്ട് ബാധിക്കും. അപ്പോൾ ആ കാര്യം നമ്മൾ കൂടുതൽ കെയർഫുൾ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്നിക്ക് കൂടുതൽ പരിഹരിക്കാൻ പറ്റുക. നമുക്കറിയാം നോർമൽ നമ്മളുടെ GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു 90 to 120 ആണ്. അത് അപ്പം സ്റ്റേജ് 1ലേക്ക് പോകുമ്പം 60 to 90 ആവും, 2ലേക്ക് പോകുമ്പം അത് നമുക്കറിയാം 30 to 60 ആവും. അപ്പം 4ഉം 5ഉം ഒക്കെ ആകുമ്പോഴത്തേനും ഒരു 30ക്ക് താഴെ അല്ലെങ്കിൽ 15 ml താഴെ വരും. അപ്പം നമ്മൾ അതങ്ങനെ 5 സ്റ്റേജോളം ഉണ്ട്. നമ്മൾ ഏർലി സ്റ്റേജിലെ കാര്യം ഈ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. വേദനസംഹാരി ഒഴിവാക്കി, ആവശ്യമില്ലാത്ത മരുന്നുകൾ ഒഴിവാക്കി, ഷുഗർ കൺട്രോൾ ചെയ്ത്, BP കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ നമുക്ക് ഈ യൂറിൻ കിഡ്നി ഫിൽറ്റർ ചെയ്ത് വിടുന്നത് നമുക്ക് നല്ല രീതിയിൽ തടയാൻ പറ്റും. അങ്ങനെ ആരോഗ്യമുള്ളൊരു കിഡ്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഡോക്ടറെ എന്നാലും നമ്മൾ കൺസൾട്ട് ചെയ്യണം. 2-3 മാസം കൂടുമ്പോൾ യൂറിൻ ആൽബം നോക്കുകയും വേണം. ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.